നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇനി മുതൽ ഒരു സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കൊണ്ട്. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് ഈ സീരീസിന് ഒരു പേരും നമ്മൾ ഇട്ടിട്ടുണ്ട്, അതായത് വേൾഡ് കപ്പ് ആവേശം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടത്തുന്ന കുറെ സീരീസ് ആണ്. മികച്ച ഒരുപാട് ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വേൾഡ് കപ്പിന് മുമ്പോടിയായിട്ട് അവരുടെ സ്കോഡും ഒക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. അപ്പോൾ പോർച്ചുഗലിനെയാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. പോർച്ചുഗലിന്റെ സ്കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റ് ഡിയേഗോ കോസ്റ്റ, റൂയിസ് സിൽവ, ജോസേസ, റിക്കാർഡോ വെൽഗ, അതുപോലെ തന്നെ ഡിഫൻസിൽ മത്യൂസ് ന്യൂനസ്, ഡയലോട്ട്, നെൽസൺ സെമേഡോ, ജാവോ കാൻസലോ, റൂബിൻ ഡയസ്, ഗൊൺസാലോ ഇനീക്കോ, തോമസ് അറോഗോ, റെനാറ്റോ വൈഗ, ന്യൂനോ മെൻഡസ്. മിഡ്ഫീൽഡ്സിൽ സാമുവൽ കോസ്റ്റ, റൂബിൻ നെവസ്, വിറ്റീനിയ, ജാവോ നെവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ. അറ്റാക്കിലോട്ട് വരുമ്പോൾ റാഫേൽ ലിയോ, ഫ്രാൻസിസ്കോ ഗോൺസലാവോ, പെട്രോ നെറ്റോ, ട്രിയാങ്കോ, ജാവോ ഫിലിക്സ്, ഗോൺസാലോ ഗുഡീസ്, ഗോൺസാലോ റാമോസ്, റൊണാൾഡോ തുടങ്ങിയ ഒരു മികച്ച ടീമിനെ തന്നെ കോച്ച് റോബർട്ടോ മാർട്ടീനസ് പോർച്ചുഗലിന് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗലിന്റെ നമ്മൾ ടീം നോക്കുന്നത് വളരെ മികച്ച ടീമാണ്. പ്രശ്നം വരുന്നത് അറ്റാക്കിങ്ങിൽ തന്നെയാണ്. അറ്റാക്കിങ്ങിൽ മികച്ച താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഫിനിഷറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളൂ. ഒരു ഫിനിഷിംഗ് സ്ട്രൈക്കറായിട്ട് നമ്പർ 9 ഗോൺസാലോ റാമോസ് ഉണ്ടെങ്കിലും ഗോൺസാലോ റാമോസിന്റെ പ്രകടനം ഇപ്പോൾ അടുത്തിടെ അത്ര മികച്ചതൊന്നുമല്ല എന്നുള്ളതാണ്. എന്തായാലും ടീമിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡെപ്ത്. ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമുക്ക് നോക്കാൻ നേരത്താണ് മിഡ്ഫീൽഡിലാണ്. മിഡ്ഫീൽഡർ വളരെ മികച്ചതാണ്. അതിൽ വിറ്റീനിയുണ്ട്, മികച്ച ലോകോത്തര മിഡ്ഫീൽഡർ വിറ്റീനിയ, ജാവോ നെവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ബെർണാഡോ സിൽവ. ഇവരൊക്കെ മികച്ച കൺട്രോൾ പ്ലസ് ക്രിയേറ്റിവിറ്റി ആൻഡ് വളരെ എനർജറ്റിക് ആയ ഒരു മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. മികച്ച ഒരു മിഡ്ഫീൽഡ് ഡെപ്ത് പോർച്ചുഗലിനുണ്ട് എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ്. ഡിഫൻസ് സോൾഡ് ആണ്. ഡിഫൻസിൽ ഒരു CB ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെന്റർ ബാക്ക്, രണ്ട് സെന്റർ ബാക്ക് ആയിട്ട് വരാൻ കൂടുതൽ സ്റ്റാർട്ടിങ്ങിനൊക്കെ സാധ്യത റൂബിൻ ഡയസും അതുപോലെ തന്നെ ഗോൺസാലോ ഇനീക്കോവും ആയിരിക്കും സെന്റർ ബാക്കിൽ ഒരു നിൽക്കാനും കോച്ച് ഉപയോഗപ്പെടുത്താനും കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ വിങ്ങേഴ്സ് ആയിട്ട് കൂടുതലും റാഫേൽ ലിയോ ഉണ്ട് നമുക്ക് വിങ്ങിൽ, അതുപോലെ തന്നെ പെഡ്രോ നെറ്റോ, കോൺസെസാവോ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ കൂടുതലും ഇടത് വിങ്ങിൽ റാഫേൽ ലിയോ തന്നെ കാണാം, വലത് വിങ്ങിൽ നെറ്റോനെ തന്നെ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസും യൂത്തും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് നിര തന്നെയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിന് വേൾഡ് കപ്പിനായിട്ട് ഇറക്കാനായിട്ട് പോകുന്നത് എന്ന് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എക്സ്പീരിയൻസും പുതിയ താരങ്ങളും ഒക്കെ ഉള്ള മിക്സ് ചെയ്ത ഒരു പെർഫെക്റ്റ് നിര തന്നെയാണ്. ടീമിനൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഒരു മികച്ച സ്ട്രൈക്കറായിട്ട് അവിടെ ഉള്ളത്, ഗോൾ സ്കോറർ. പക്ഷെ മറ്റൊരു സ്ട്രൈക്കർ ഇല്ല. താരം 90 മിനിറ്റ് ഒക്കെ ഈ പ്രായത്തിൽ കളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അത്ര നല്ല മികച്ച കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു ഇമ്പാക്റ്റ് സബ് വന്ന് ടീമിനെ കൂടുതൽ ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ എഫക്റ്റീവായ ഒരു സബ് കൊണ്ടുവന്ന് അങ്ങനെ മികച്ച ഒരു ഫിനിഷറിനെ ഈ വേൾഡ് കപ്പിൽ കണ്ടെത്തണം. അതിൽ ഗോൺസാലോ റാമോസ് ആണ് പിന്നെയും ഉള്ളത്. ഗോൺസാലോ റാമോസിന്റെ പ്രകടനം അത്ര മികച്ചതൊന്നും അല്ല ഇപ്പം എന്നുള്ളതാണ്. പിന്നെ റൊണാൾഡോയുടെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം, വേറെ ലെവൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിൽ റിപ്പബ്ലിക് ഓഫ് കോൺഗോ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ തുടങ്ങിയ ടീമുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ഗ്രൂപ്പ് തന്നെയാണ് പോർച്ചുഗലിന്. ആദ്യത്തെ 2 സ്ഥാനം അല്ലെങ്കിൽ 1ാം സ്ഥാനം കയറാൻ വലിയ പാടൊന്നുമില്ല. റൗണ്ട് ഓഫ് 32 മികച്ച രൂപത്തിൽ തന്നെ പോകും. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 60 മികച്ച എതിരാളികൾ വരാനും സാധ്യതയുണ്ട്. റൗണ്ട് ഓഫ് 32 വിജയിച്ച് കയറി റൗണ്ട് ഓഫ് 60 പോയാൽ മികച്ച എതിരാളികൾ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കിരീടം നേടുമ്പോൾ തന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ കിരീടം നേടാൻ സാധ്യതയുള്ള മറ്റ് ടീമുകളും ഉണ്ട് എന്നുള്ളതാണ്. ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ, അർജന്റീന തുടങ്ങിയ ടീമുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ക്രിസ്ത്യാനോയ്ക്ക് ആ വേൾഡ് കപ്പ് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പുതിയ ഫോർമാറ്റാണ്, മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. എന്തായാലും വളരെ മികച്ച ഒരു ടീം തന്നെയുണ്ട്. നോക്കൗട്ട് സ്റ്റേജിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കയറി പോവാൻ സാധിക്കുന്ന ടീമുണ്ട്. എന്തായാലും സെമി ഫൈനൽ വരെ എത്താൻ സാധിച്ചാൽ കിരീടം നേടാൻ അത്ര പാടൊന്നും കാണത്തില്ല എന്നുള്ളതാണ് നമ്മളൊരു വിശകലനം. എന്തായാലും ഒരു ട്രോഫി ഉയർത്തിക്കൊണ്ട് തന്നെ ക്രിസ്ത്യാനോ കരിയർ അവസാനിപ്പിക്കട്ടെ, അവസാനത്തെ വേൾഡ് കപ്പ് അത് സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓരോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും
വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇതാണ്.